പക്ഷെ ഒന്നും മഴ പെയ്താൽ ഓടി വരും ആരെങ്കിലും കുടയായിട്ട്. കാരണം എൻ്റെ മേത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ എൻ്റെ ഷർട്ടിലറിയും, അടുത്ത ഷോർട്ടിലറിയും. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ വലിയ സംഭവമായിട്ടൊന്നുമല്ല. നമ്മളുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് നിലനിർത്തുക, നമ്മൾ ടയേർഡ് ആകുമ്പോഴും നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുക, നമ്മളത് ബോധേഡ് ആവാതിരിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ചലഞ്ച്. എനിക്ക് തോന്നുന്നത് ആക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും സ്നേഹവും കരുതലും ഒക്കെ കിട്ടുന്നത് ഈ പ്രസൻസ് ഓഫ് മൈൻഡ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ തെറ്റായ രീതിയിൽ എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ആക്ടേഴ്സിന് ക്യാരവാൻ കൊടുക്കുന്നോ, കൊട കൊടുക്കുന്നോ, നല്ല നല്ല ഫെസിലിറ്റീസും അവർ കംഫർട്ട് ആയിരുന്നാലും അവർക്ക് നല്ല പെർഫോമൻസ് വരുള്ളൂ. അവരുടെ നല്ല, അത് സ്വാഭാവികമാണ്. ഇപ്പം നിങ്ങൾ ടയേർഡായിട്ടിരിക്കുമ്പോൾ നമ്മളൊരു ഫോട്ടോ കൊടുക്കുകയാണ്. ഇപ്പം രാവിലെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ ഭയങ്കര ഫ്രഷായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുന്ന ഫോട്ടോയും അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് 4 മണിക്ക് എടുക്കുന്ന ഫോട്ടോയും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ, നിങ്ങൾ ഒരേ ആളാണ്, ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നത്, ഒരേ ലൈറ്റപ്പ് ആയിരിക്കും, പക്ഷെ ആ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമില്ല. അപ്പോൾ അത് നമ്മുടെ ശരീരവും അതിൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആക്ടേഴ്സിന് ശരിക്കും പറഞ്ഞാൽ അത് കൊടുക്കുന്നത്. അത് 2 തരത്തിലും മറ്റുള്ളവരെടുക്കുന്ന അവന്മാർക്ക് സുഖമാണ്, അങ്ങനെയല്ല. ഇത് അവരതിൽ ഫോക്കസ്ഡ് ആയിരിക്കാനും ആ പ്രോഡക്റ്റിന് നമുക്ക് ആവശ്യമുണ്ട്, ആ പ്രോഡക്റ്റിൻ്റെ ബെസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. സോ വിൽ പാമ്പർ ദം. അത് കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ആക്ടേഴ്സും വിചാരിക്കേണ്ടത് ഇത് ഞാൻ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല. ബിക്കോസ് ഇറ്റ് ഇസ് റിക്വയർഡ്. നമ്മൾ ആദ്യ സിനിമ വരുന്ന സമയത്ത് ഒന്നും മഴ പെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും, അന്ന് നമുക്ക് കുട ഒന്നുമില്ല, അങ്ങനെ ആരുമില്ല, പക്ഷെ ഒന്നും മഴ പെയ്താൽ ഓടി വരും ആരെങ്കിലും കുടയായിട്ട്. കാരണം എൻ്റെ മേത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ എൻ്റെ ഷർട്ടിലറിയും, അടുത്ത ഷോർട്ടിലറിയും. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ വലിയ സംഭവമായിട്ടൊന്നുമല്ല. സോ അത് രണ്ട് കൂട്ടരും തിരിച്ചറിയാൻ അടിപൊളിയാണ്.